രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട് പുതിയ ചില വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. മാധ്യമപ്രവർത്തകരെ നീക്കി എന്നൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ CK അഭിലാൽ പങ്കുവയ്ക്കുകയാണ്. പ്രമാടത്ത് ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങൾ പകർത്തിയെടുത്ത് നിന്ന് മാധ്യമപ്രവർത്തകരെ നീക്കി. ഹെലികോപ്റ്റർ തള്ളി നീക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതീവ ഗൗരവതരമായ സുരക്ഷാ വീഴ്ച അവിടെ സംഭവിച്ചു എന്ന കാര്യം വ്യക്തമാണ്. അഭിലാൽ, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? രാഷ്ട്രപതിയുടെ സന്ദർശനമാണ്. വീഴ്ച ഉണ്ടായാൽ സ്വാഭാവികമായി ഗൗരവതരമായ അന്വേഷണം ഉണ്ടാകും. അന്വേഷണത്തിന്റെ ഭാഗമായാണോ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നീക്കുന്നത്? ഹെലികോപ്റ്റർ തള്ളുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഇതിനു മുൻപ് ടെലിവിഷൻ ചാനലിൽ എവിടെയെങ്കിലും വന്നതായി നമുക്ക് അറിയില്ല. ചുരുക്കത്തിൽ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ടുണ്ടായ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ ആകെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിരുന്ന സ്ഥലത്തിന്റെ പുറത്തു നിന്നാണ് ക്യാമറാമാൻമാർ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. അതായത് ഹെലികോപ്റ്റർ ഇറങ്ങിയ സ്ഥലത്തുനിന്ന് ഏറെക്കുറെ 500 മീറ്റർ അകലെ നിന്നാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ഈ ദൃശ്യങ്ങൾ പകർത്തിയത് സുരക്ഷയുമായി ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെ അടക്കം ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തുടർന്നാണ് ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകരെന്ന് കരുതുന്ന ആളുകളോടൊക്കെ തന്നെ അവിടെ നിന്നും മാറിപ്പോകാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ തിരികെ എത്തുന്ന സമയത്തും രാഷ്ട്രപതി ഹെലികോപ്റ്റർ മടങ്ങുന്ന സമയത്തും അടക്കം ദൃശ്യങ്ങൾ പകർത്തുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിലാണ് പോലീസിന്റെ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതായത് ഇതൊരു നാണക്കേടായി മാറി, അല്ലെങ്കിൽ ഗൗരവമുള്ള സുരക്ഷാ വീഴ്ചയാണ്. ആ ഗൗരവത്തിൽ ഈ വിഷയം പുറത്തേക്ക് ചർച്ചയാകുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ പോലീസ് സംവിധാനമാണോ, നമ്മുടെ ജില്ലാ ഭരണകൂടമാണോ ഇപ്പോൾ മാധ്യമങ്ങൾ അവിടെ നിന്ന് മാറ്റുന്നത്? പോലീസാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അവർക്ക് ആരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തത കുറവുണ്ട്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൃശ്യങ്ങൾ പുറത്തായതോടുകൂടി സുരക്ഷയിൽ വലിയ വീഴ്ച ഉണ്ടാവുകയും ഹെലികോപ്റ്റർ പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ജീവനക്കാരും ചേർന്ന് തള്ളുന്ന ദൃശ്യങ്ങൾ പുറത്തായതോടുകൂടി വലിയ വീഴ്ച ഉണ്ടാവുകയും അത് നാണക്കേടിന് സമാനമായ സ്ഥിതി സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർ, സുരക്ഷയുടെ ചുമതലയുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഉത്തരം പറയേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്താനും ഒരുപക്ഷെ അന്വേഷണവും നടപടികളിലേക്കും വരെ കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് വരും മണിക്കൂറുകളിൽ രാഷ്ട്രപതിയുടെ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് തടസ്സം ഉണ്ട് എന്നറിയിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരെ സമീപിക്കുകയും അവർ മുഴുവൻ പേരും മുൻപുണ്ടായിരുന്ന ഇടങ്ങളിൽ നിന്നും മാറിപ്പോയി എന്ന് ഉറപ്പാക്കിക്കൊണ്ട് പോലീസിന്റെ ക്യാമ്പ് അവിടെ കൊണ്ടുതാനും. എന്തായാലും നടപടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്, അന്വേഷണം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതൊരു ചെറിയ സംഭവമല്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം SP ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഈ ഹെലികോപ്റ്ററിന്റെ നിർമ്മാണ ചുമതല ആർക്കായിരുന്നു? പ്രാഥമികമായി ജില്ലാ കളക്ടർക്കുമാണല്ലോ ഉത്തരവാദിത്തം. ജില്ലാ കളക്ടർ S. പ്രേമകൃഷ്ണനുമായി ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. ഈ സംഭവത്തിന് ശേഷം പൈലറ്റുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു. നിലവിൽ സുരക്ഷയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായി തോന്നുന്നില്ല എന്ന് പൈലറ്റ് വിശദീകരിച്ചതായി കളക്ടർ പറയുന്നുണ്ട്. തുടക്കത്തിൽ ഒരു ചെറിയ, അതായത് വന്ന് ഇറങ്ങിയ സമയത്ത് കോപ്റ്ററിന്റെ വീലുകൾ താഴ്ന്നു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. അത് ദൃശ്യങ്ങളിൽ അതിന് പരിഹാരമായി ചെയ്യുന്ന പ്രവർത്തികൾ പുറത്തു വരികയും ചെയ്തതാണ്. എന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇത് ശ്രദ്ധയിൽപ്പെടുകയും പ്രസിഡന്റ് വാഹനത്തിൽ നിന്നും ഇറങ്ങി കാറിലേക്ക് കയറിപ്പോയ ശേഷം അത് തള്ളി നീക്കാൻ മറ്റുള്ള ആളുകളുടെ സഹായം തേടുകയുമാണ് ഉണ്ടായത്. അതൊരു സുരക്ഷാ വിഷയമായി പൈലറ്റ് അടക്കം പ്രധാനപ്പെട്ട ഇതിന്റെ ചുമതലയുള്ള ജീവനക്കാർ കാണുന്നില്ല എന്നുള്ള വിശദീകരണമാണ് കളക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അതൊരു സുരക്ഷാ വീഴ്ചയായി കാണുന്നില്ല, അതെന്തുകൊണ്ടാണ്? ഇതുമായി ബന്ധപ്പെട്ട് നിരീക്ഷണവും അല്ലെങ്കിൽ പരിശോധനയും ഉണ്ടാകേണ്ടത് SPGയുടെ ഭാഗത്തുനിന്ന് തന്നെയാണ്. അവർ ഇതിനെ ഏത് തരത്തിൽ കാണുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, എയർഫോഴ്സിന്റെ ചോപ്പറാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എയർഫോഴ്സും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ടീമിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമാണ് നിരീക്ഷണം നടത്തുകയും ഇതിൽ ഏത് തരത്തിലുള്ള വീഴ്ചകളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ടത്. തീർച്ചയായും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി പൊതു മധ്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടിയായിട്ട് ചെയ്തിട്ടുള്ളത്. പ്രസിഡന്റിനെ പോലെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ സഞ്ചരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഴ്ചയുണ്ടാകുക. ഇത് പൊതുജന മധ്യത്തിൽ ചർച്ചയാകുന്ന തരത്തിൽ അല്ലെങ്കിൽ ഈ സംവിധാനങ്ങളാകെ അപഹസിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുള്ളത്. അതിനാൽ തന്നെ ഗൗരവകരമായ ഒരു പരിശോധന ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. എന്തായാലും നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല, അന്വേഷണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മൂടിവെക്കാൻ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ മാറ്റി എന്നതുകൊണ്ട് ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം ഒട്ടും കുറയുന്നുമില്ല. രാജ്യത്തിൻ്റെ പ്രഥമ വനിത സഞ്ചരിച്ച ഹെലികോപ്റ്റർ താഴ്ന്നു പോകുന്നു, അതിൻ്റെ ചക്രങ്ങൾ പൂഴ്ന്നു പോകുന്നു. ഹെലികോപ്റ്റർ തള്ളി നീക്കുന്നു. രാഷ്ട്രപതി സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററാണ് തള്ളി നീക്കുന്നതൊക്കെ നമ്മളിങ്ങനെ കാണേണ്ടി വരുന്നത്. അപ്പോൾ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന
സന്ദർശനം ക്രമീകരിക്കേണ്ട ആളുകളുടെ ഭാഗത്ത് ഗൗരവതരമായ വീഴ്ച ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. രാഷ്ട്രപതിയുടെ സന്ദർശനം അടിയന്തരമായി ഇപ്പോൾ തീരുമാനിച്ചതല്ല. ഏതെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ വേഗത്തിൽ രാഷ്ട്രപതി വന്ന് പ്രമാണത്തിൽ ലാൻഡ് ചെയ്തതുമല്ല, നേരത്തെ തീരുമാനിച്ചതാണ്. കൃത്യമായ പ്രോട്ടോക്കോളുണ്ട് രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട്. ഒരിടത്തല്ലെങ്കിൽ മറ്റ് പല ഓപ്ഷൻസ് സ്വാഭാവികമായും ഉണ്ടാകേണ്ടതാണ്. രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇറക്കാൻ കാലാവസ്ഥ ഉൾപ്പെടെ മോശമാണെങ്കിൽ അതിന് പകരം ക്രമീകരണം ഏർപ്പെടുത്തേണ്ടതുണ്ട്. അക്കാര്യത്തിലൊക്കെ കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട്. തോന്നുംപടി ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല രാഷ്ട്രപതിയുടെ സന്ദർശനം. അങ്ങനെ വരുമ്പോൾ പ്രമാണത്ത് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഗൗരവതരമായ അന്വേഷണവും പരിശോധനയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റി എന്നതുകൊണ്ട് മാത്രമേ ഈ പ്രശ്നം അവസാനിക്കും എന്നും തോന്നുന്നില്ല. CK അഭിലാലാണ് വിവരങ്ങളുമായി തുടരുന്നത്. അഭിലാൽ, ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, എല്ലാം ചെറിയൊരു സംഭവം എന്ന് നിസ്സാരവൽക്കരിക്കുന്ന തരത്തിലാണോ ഇപ്പോൾ കളക്ടർ ഉൾപ്പെടെ പ്രതികരിക്കുന്നത്? കാര്യങ്ങൾ വിശദീകരിച്ച ജില്ലാ ഉണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെ പ്രോപ്പറിൽ നിന്ന് ഇറങ്ങിയ രാഷ്ട്രപതി വാഹനത്തിൽ പ്രവേശിച്ച് സ്ഥലത്തുനിന്ന് നീങ്ങിയതിന് പിന്നാലെ കളക്ടർ അടക്കം പ്രസിഡന്റിനെ സ്വീകരിച്ച പ്രധാനപ്പെട്ട ആളുകൾ കൂടി സ്ഥലത്തു നിന്നും മാറിയിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇവർ സ്ഥലത്തുണ്ടായിരുന്ന സമയത്ത് ഈ വിഷയം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ മാധ്യമങ്ങളിൽ ഇത് വാർത്തയായത് തന്നെയാണ് കളക്ടർ ശ്രദ്ധയിലേക്കും കാര്യങ്ങളെ എത്തിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. തുടർന്നാണ് അദ്ദേഹം പൈലറ്റുമായി സംസാരിച്ചത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ശ്രദ്ധയിൽപ്പെട്ട ചെറിയ വീഴ്ച അതൊരു ഗൗരവകരമായ സുരക്ഷാ വിഷയമായി പരിഗണിക്കുന്നില്ല പൈലറ്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഇതിന്റെ ചുമതലയുള്ള ആളുകൾ എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഒരുപക്ഷെ ഇതിന്റെ ദൃശ്യങ്ങൾ കൂടി നേരിട്ട് കാണുകയോ അതല്ലെങ്കിൽ ദൃശ്യങ്ങൾ ടെലിവിഷനിൽ കാണുകയോ ചെയ്തെങ്കിൽ മാത്രമേ ഈ സംഭവത്തിന്റെ ഗൗരവ അവസ്ഥ ഒരുപക്ഷെ കളക്ടർക്കും മനസ്സിലാവുകയുള്ളൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗൗരവകരമായ പരിശോധന ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. പ്രത്യേകിച്ചും രണ്ട് തരത്തിലുള്ള പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററാണ് സഞ്ചാരത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റൊന്ന് SPG ആണ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സൗകര്യങ്ങൾ ക്രമീകരിച്ചവരടക്കം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദീകരണം നൽകേണ്ടി വരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CK അഭിലാനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രപതി എത്തിയ ഹെലികോപ്റ്ററിലാണ് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായത്. ഹെലികോപ്റ്ററിന്റെ ചക്രം അത് പൂഴ്ന്നു പോവുകയായിരുന്നു. വേഗത്തിൽ തയ്യാറാക്കിയ ഹെലിപ്പാഡ് എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് ഹെലികോപ്റ്റർ തള്ളി നീക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്.